ഒരു വഹാബി എൻ്റെ വാപ്പാനൊപ്പം കൂടിയിട്ട് എന്ത് ചെയ്തു, അക്കാലത്തും സുന്നിയാണ്, എന്നിട്ട് അസമൂലത്ത് പോയി. പാലക്കാട് ജന്നത്തുൽ ഉലൂമിൻ്റെ പള്ളിയിൽ ഉള്ളിന്ന് ഉള്ളെടുക്കുമ്പോൾ ഇയാൾ ഈ വാപ്പാൻ്റെ ഒപ്പം പോയ ആൾ എന്ത് ചെയ്തു എന്നറിയോ, ഉള്ളെടുത്ത് കയറി വേഗം അയാൾ അസമൂലരെ മുറി ചെന്നിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞു. അസമൂല സലാം അടക്കില്ല. എൻ്റെ വാപ്പനോട് 100 വട്ടമൊന്നല്ല ഈ സംഭവം പറഞ്ഞു, 100 വട്ടമൊന്നല്ല. എൻ്റെ വാപ്പയും അസമൂല അത്രയും വലിയ ബന്ധമായിരുന്നു. ആ ഒരു തൗഫീഖാണ് ഞാൻ ഇരിക്കുന്നത്. അല്ല ഒന്നല്ല, എൻ്റെ വാപ്പാൻ്റെ പൊന്നുമോനാണ് ഞാൻ. എൻ്റെ വാപ്പാക്ക് എന്നെ അത്ര ഇഷ്ടമായിരുന്നു. അസമൂലിയും ബാപ്പയും തമ്മിൽ ബന്ധം വളരെ വലുതാണ്. അസമൂലിയർ എത്ര വട്ടാണ് ഈ ക്യാൻസർ മുസ്ലിയാർ എത്ര ദിവസമാണ് എൻ്റെ വീട്ടിൽ വിരുന്ന് വാർത്തത് എനിക്ക് ഓർമ്മയില്ല, അത്രയും ഉണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ അസമൂലിയർ ഇയാൾക്ക് സലാം മടക്കില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ബാപ്പ അസനൊക്കെ പിന്നെ കയറി ഒന്ന് കൊടുത്ത് കയറി സുന്നത്തൊക്കെ സ്ഥിതിക്ക് അസമൂലിയർ ചെയ്യുന്നപ്പോൾ സലാം അലൈക്കും വലൈക്കും. എന്തിനാ അംസാജി ഈ ജാതി വഹാബികളെയും കൊണ്ട് കിടക്കണം? വഹാബിയൊന്നുമല്ല, അത് നമ്മുടെ നാട്ടിലൊരു കാരണവരാണ്. വഹാബിയാണ്, അത് മൊത്തത്തിൻ്റെ വഹാബിയാണ് ഈ മനുഷ്യൻ. പിന്നെ വഹാബി കൊല്ലങ്ങൾ അനവധി കഴിഞ്ഞു വഹാബിയായ വ്യക്തി. പിന്നെ ഒരു വഹാബി പള്ളിയുടെ കൈകാര്യകർത്താവായി കൊല്ലങ്ങൾ അനവധി കഴിഞ്ഞിട്ട് അതിന് കഴിവുണ്ട്. ഈ സംഭവം കഴിവുണ്ട്. പാപ്പ എപ്പോഴും പറയാ സംഭവം. അസമൂലി എന്നോട് ദേഷ്യപ്പെട്ടു അയാളെയും കൊണ്ട് ചെന്നപ്പോൾ. എനിക്ക് ഓർമ്മ നോക്കുന്ന കാലത്ത് അയാൾ നാട്ടിൽ വഹാബിയാണ്. ഇത് എത്രയോ കൊല്ലം മുമ്പ് ആര് മനസ്സിലാക്കി? എന്തുകൊണ്ട്? അവർ പണിയെടുത്ത് കൂലിക്കല്ല, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഒരു വലിയ ആയാലും വലിയായിരിക്കും. അസംമുസ്ലിയർ തൃശ്ശൂർ ഒരു കേസ് വാദിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഒരു കേസുണ്ടായി കോടതിയിൽ കുത്തുബ പരിഭാഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ കോടതി എന്ത് പറഞ്ഞു? കോടതി പിരിയുന്നതിന് മുമ്പ് ഒരു ആലിമിനെ, ഒരു മുസ്ലിം പണ്ഡിതനെ കൊണ്ടുവന്നിട്ട് ഇതിന് തെളിവ് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്ത് ചെയ്തു? ഒരാളെ പറഞ്ഞേക്കഞ്ഞ് ഫോൺ ചെയ്ത്, എനിക്കറിയില്ല ഏതൊരാളെ പറഞ്ഞേച്ചോ മറ്റോ എന്തോ ആളെ പറഞ്ഞേച്ചായിരിക്കും. ഒരാൾ വന്ന് അസമൂലിയുടെ ദർശനത്തിനോടത്ത് പറഞ്ഞു, കോടതി പിരിയുമ്പോൾ ആളെത്താന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്, ഞാൻ പാഞ്ഞു വന്നതാണ്. അപ്പോൾ അസമൂലി കിട്ടിയ കുപ്പായിട്ട് പാഞ്ഞു കോടതിയിൽ വന്നു. കോടതിയിൽ വാദിച്ചു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ജയിച്ചു. കുത്തു ഒരു വർഷം തെറ്റാന്ന് കോടതി വിധി എഴുതി. തിരിച്ച് കോടതിയിൽ ഇറങ്ങി വന്നപ്പോഴത്തേന് പാലക്കാടേക്ക് ബസ്സുണ്ട്. ബസ്സൊക്കെ ഒരു കയറ്റി വിട്ടു. 10 റുപ്യ കൊടുക്കാൻ പറ്റും. ഇത് എവിടുന്നോ അയലും വന്നെടുത്ത കുപ്പായാണ്. ഈ കുപ്പായം ഇപ്പോൾ ഉപയോഗിക്കുന്ന കുപ്പായല്ല, അതിലെന്തില്ല, പൈസ ഇല്ല. അസമൂലിയിൽ ബസ് കയറി KSRTC ബസ് ഇങ്ങനെ കണ്ടക്ടർ വന്നപ്പോൾ പിന്നീട് അസമൂലിയിൽ സംഭവം പറഞ്ഞത്. പിന്നെ ഇവർ പോയി ഞങ്ങളൊന്നും തന്നില്ലല്ലോ. അപ്പോൾ അനുഭവം പറഞ്ഞു കൊടുത്തു. പഠിച്ചോനെ ചിന്ന മാനം കെടുത്തല്ലേ, പ്രത്യേകിച്ച് KSRTC കണ്ടക്ടർമാരൊക്കെ അക്കാലത്ത് മൂല്യന്മാരെ കണ്ട കളിയാക്കും. പഠിച്ചോനെ ചിന്ന മാനം കെടുത്തല്ലേ. അപ്പോൾ ബാക്കിൽ നിന്ന് ഒരാൾ വിളിച്ചു, ഉസ്താദേ ഇവിടെ വന്നിരിക്കുന്നു. അങ്ങനെ ഉസ്താദ് മുപ്പരാൻ വേണ്ടി ചെന്നു. അപ്പോൾ അവൻ എണീറ്റിട്ട് ആ സീറ്റ് കൊടുത്തു. സീറ്റിൽ അസമൂലി ഇരുന്നു. അവർ കണ്ടക്ടർ എത്തിയ അസമൂലി പോക്കറ്റ് കൈയിട്ടു. അസമൂലി പോകട്ടില്ല, അവർ തന്നെ പറയണ്ട, അത് ഞാൻ കൊടുക്കുന്നവരും അവൻ കൊടുത്തും ചെയ്തു. ഓലെ വഷളാക്കൂല, ആരും വഷളാക്കൂല, അള്ളാഹ് വഷളാക്കൂല. കാരണം അവർ ജീവിച്ചത് ആർക്ക് വേണ്ടിയാണ്? അള്ളാഹ്ക്ക് വേണ്ടിയാണ്.